+2 ഫിസിക്സ് പരീക്ഷയെക്കുറിച്ച് അനലൈസ് ചെയ്തിട്ട് തന്നെ എയറിലാണ്. അതിനിടയിലാണ് കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള കെമിസ്ട്രി പേപ്പർ വന്നത്. കെമിസ്ട്രി പേപ്പർ അനലൈസ് ചെയ്യാൻ ഞാൻ ആളല്ല, കാരണം ഞാൻ കെമിസ്ട്രിയിൽ അത്ര എക്സ്പേർട്ട് അല്ല. പക്ഷെ അത് കട്ടിയാണ് എന്നുള്ള രീതിയിലുള്ള കുട്ടികളുടെയും പിന്നെ അധ്യാപകരുടെയൊക്കെ കുറച്ച് റിവ്യൂസ് കണ്ടു. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട എന്നുള്ളതാണ്. എനിക്ക് ഇതിൽ വലിയ കൺസേൺ ഉണ്ട്. കാരണം ഇത് അൾട്ടിമേറ്റ്ലി ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവുന്ന മറ്റൊക്കെ അൾട്ടിമേറ്റ്ലി നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥിതിക്ക് നല്ലതാണെങ്കിൽ കൂടി കുട്ടികൾക്ക് പെട്ടെന്ന് ഇത് ടഫ് ആകുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് ഡൗൺ ആവും. മാത്രമല്ല ഇനി അടുത്ത പരീക്ഷകൾക്ക് അവരെ ബാധിക്കും എന്ന രീതിയിലുള്ള കുറേ മെസ്സേജുകളൊക്കെ എനിക്ക് കുട്ടികൾ അയച്ചു. ആൻഡ് ഐ ജെന്യൂൻലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കൺസേൺ. ആ കൺസേൺ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ, നിങ്ങളൊരു +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾക്ക് ഇതിൻ്റെ എൻഡ് ആകുമ്പോഴേക്ക് ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാതെ പരീക്ഷ എഴുതാൻ പറ്റും. ഞാൻ ഇവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് പ്രോബ്ലംസ്. എന്തെല്ലാം പ്രോബ്ലംസ് ആണ്? ഇതൊക്കെ കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് ആണ്. 2, ഇത് നിങ്ങളുടെ സ്വാഭാവികമായിട്ട് നമ്മളുടെ കൺസേൺ എന്താ? നിങ്ങളുടെ അടുത്തൊരു അഡ്മിഷനെ, അത് +1 +2 മാർക്കിന്റെ ബേസ് ചെയ്തിട്ടുള്ള അഡ്മിഷനെ ഇത് ബാധിക്കാൻ പോകുന്നുണ്ടോ? എൻട്രൻസ് എക്സാമുകളെ ഇത് ബാധിക്കാൻ പോകുന്നുണ്ടോ? നിങ്ങളുടെ മറ്റ് ഫ്യൂച്ചർ പ്ലാനുകളെ ഈ എക്സാം ടഫ് ആവുന്നത് എങ്ങനെയൊക്കെയാണ് ബാധിക്കാൻ പോകുന്നത്? ബാധിക്കുന്നുണ്ടോ ഇല്ലേ? ഞാൻ തീർച്ചയായിട്ടും ഇത് ഓരോന്നും എടുത്തിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിനെന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? എക്സാം ടഫ് ആയാൽ നിങ്ങൾക്ക് അത് നേരെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മാർക്ക് കുറയുമെങ്കിൽ നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി എന്തെങ്കിലും ബെനിഫിറ്റ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് ഞാൻ ഡിസ്കസ് ചെയ്യും. ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു ഇമോഷണൽ വീഡിയോ അല്ല. നമ്മളിപ്പോൾ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ടഫ് ആകുമ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള പല വീഡിയോസും പല ഭാഗത്തുനിന്നും കാണും. കാരണം അത് കുട്ടികളുടെ കൂടെ നിൽക്കുക, നിങ്ങളുടെ ഇമോഷൻസിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് പല ആളുകളും കരുതുന്നത് കൊണ്ടാണ്. ഞാൻ അങ്ങനെ കരുതുന്ന ഒരാളല്ല. വളരെ ഫ്രാങ്ക്ലി ഞാൻ നേരിട്ട് നിങ്ങളോട് പറയാലോ, ഞാൻ നിങ്ങളുടെ ഇമോഷന്റെ കൂടെ നിൽക്കുന്നതിന് പകരം നിങ്ങളുടെ ഫ്യൂച്ചറിന്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഐ എം ജെന്യൂൻലി കൺസേൺഡ് അബൌട്ട് ദാറ്റ്. ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച്, നിങ്ങളുടെ ഇമോഷനേക്കാളും നിങ്ങളുടെ ഇപ്പോഴത്തെ മെന്റാലിറ്റിയെക്കാളും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ ജെന്യൂൻലി കൺസേൺഡ് ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാംസ്, എസ്പെഷ്യലി ഫിസിക്സ് എക്സാം വന്നപ്പോൾ ഞാൻ ചെയ്ത റീലിന്റെയും വീഡിയോയുടെയും താഴെ വന്ന വളരെ പ്രധാനപ്പെട്ട കമന്റുകൾ, ഒന്നൊരു പാറ്റേൺ ചേഞ്ചിലോട്ടൊക്കെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഫിസിക്സ് അങ്ങനെ ഒരു പാറ്റേൺ ചേഞ്ചിലോട്ട് പോയി എന്ന് കരുതുന്നില്ല. കെമിസ്ട്രി പാറ്റേൺ ചേഞ്ചിലോട്ട് പോയി എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നത് എനിക്കറിയില്ല. ഞാനത് അനലൈസ് ചെയ്യാൻ ആളല്ല. ഞാൻ അറിയാത്തൊരു കാര്യം ഞാൻ വെറുതെ കമന്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. രണ്ടാമത് കുട്ടികൾ പറഞ്ഞ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കൺസേൺ എന്നുള്ളത് മോഡൽ എക്സാംസ് എന്നുള്ളത് പൊതുവെ എളുപ്പമായിരുന്നു. ആ മോഡൽ എക്സാംസ് എളുപ്പമായത് കൊണ്ട് തന്നെ അതേ ലെവലിൽ ക്വസ്റ്റ്യൻ വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഒരു ഫെയർ ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്. പക്ഷേ ഇതൊക്കെ പല സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. മോഡൽ എക്സാം എളുപ്പമായി എന്ന് വിചാരിച്ചിട്ട് ഫൈനൽ എക്സാം എളുപ്പമാവും എന്നുള്ള റൂളൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാനതിനെ ന്യായീകരിക്കല്ല, ഞാനൊരു ഫാക്ട് പറഞ്ഞതാണ്. മൂന്നാമത്തത്, ഇത് വളരെ കൺസേണിങ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഞങ്ങളുടെ ടീച്ചിങ്, അത് സ്കൂളിലാവട്ടെ ഓൺലൈനിലാവട്ടെ, അപ് ടു ദ മാർക്ക് അല്ലായിരുന്നു അല്ലെ. എസ്പെഷ്യലി സ്കൂളിലോട്ട് വരുമ്പോൾ ടീച്ചേഴ്സ് ഇതിനു വേണ്ടി ഒരുങ്ങിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. ഇത് ടീച്ചേഴ്സിന്റെ ഭാഗത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം നിങ്ങൾ കുട്ടികളെ ഒരുക്കുന്നത് ഏതെങ്കിലും ഒരു +2 ബോർഡ് എക്സാമിന് A+ വാങ്ങാൻ വേണ്ടി മാത്രമല്ല. നിങ്ങൾ കുട്ടികളെ ഒരുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്. അവർക്ക് കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ടീച്ചറുടെ റോൾ എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും ടീച്ചർ അതിൽ നിന്ന് വ്യതിചലിച്ചിട്ട് വെറും ഒരു എക്സാം, എൻ്റെ നോട്ട് മാത്രമേ വരുള്ളൂ എന്നുള്ള രീതിയിലോട്ടൊക്കെ എക്സാം ഓറിയന്റഡ് ആയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗ്രേവ് മിസ്റ്റേക്ക്. അത് കുട്ടികളോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ സമയത്ത് നിങ്ങളുടെ ഇമോഷണലി നിങ്ങളുടെ കൂടെ എന്താ, ഞാൻ ചില മൂവ്മെന്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണ് ജസ്റ്റിസ് അല്ലെ? ജസ്റ്റിസ് ഫോർ +2 സ്റ്റുഡൻസ്. ജസ്റ്റിസ് ഫോർ +2 സ്റ്റുഡൻസ്. എന്താണ് ജസ്റ്റിസ്? എങ്ങനെയാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നത്? വീണ്ടും ഈ എക്സാം ഒക്കെ നടത്തുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതല്ല എന്നുണ്ടെങ്കിൽ എന്താ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്താൽ കുറച്ച് പുറത്താക്കിയാൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുമോ? അപ്പോൾ അതൊരു ഇമോഷണൽ എന്താ പറയുക, ഒരു വേ ഓഫ് സപ്പോർട്ടിങ് യു മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് എന്തോ ഒരു നീതി കിട്ടാനുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്. അതിന് പിന്നാലെ പോയി നിങ്ങളും സമയം കളയരുത് എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു ജസ്റ്റിസ് മുദ്രാവാക്യത്തിന് പിന്നിൽ പോയി സമയം കളയരുത്. ദിസ് കനോട്ട് ബി അൺഡൺ. കഴിഞ്ഞ പരീക്ഷകൾ കഴിഞ്ഞു, ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾ ഇതുകൊണ്ട് എളുപ്പമാവോ? നിങ്ങൾ ജസ്റ്റിസ് എന്തെങ്കിലും മൂവ്മെന്റ് നടത്തിയോണ്ട് ഇല്ല. അതൊക്കെ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. വാട്ട് എവർ, ഐ ഡോണ്ട് നോ, ഈസി ആണോ ഡിഫിക്കൽട്ട് ആണോ മോഡറേറ്റ് ആണോ ഒന്നും അറിയില്ല. സോ വാട്ട് ഈസ് ഡൺ ഈസ് ഡൺ. ഓക്കെ, അതിൽ നമുക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ നിന്ന് പാഠങ്ങൾ കൊണ്ട് നമുക്ക് ഫ്യൂച്ചറിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ദീസ് ആർ ദ പ്രോബ്ലംസിൽ കുറെ ഫോക്കസ് ചെയ്തൊരു കാര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലെ, ഇതാണ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം.
വിൽ ദിസ് അഫക്ട് മൈ അഡ്മിഷൻസ്? ഇത് നിങ്ങളുടെ അഡ്മിഷൻസിനെ അഫക്റ്റ് ചെയ്യുമോ? അപ്പോൾ അഡ്മിഷൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് നിങ്ങളുടെ ഒരു കോളേജ് അഡ്മിഷനാണ്. നിങ്ങളുടെ നാട്ടിലൊരു BSc ഫിസിക്സിനോ കെമിസ്ട്രിക്കോ അല്ലെങ്കിൽ BA ഒക്കെ നിങ്ങൾ ചേരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ഒരു എക്സാം ടഫായത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ? ഡെഫിനറ്റ്ലി നോട്ട് എന്നുള്ളതാണ് ഉത്തരം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും വലിയ മാർക്ക് വേണ്ടേ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്? വളരെ ലോജിക്കലി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. വലിയ മാർക്ക് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമല്ല, ഒരു എക്സാം ടഫ് ആകുമ്പോൾ ഇത് കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുക്കുന്നത്, എല്ലാവർക്കും ഒരേ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ ടഫ് ആവാന്ന് വെച്ചാൽ എല്ലാവർക്കും ടഫ് ആവും. സ്വാഭാവികമായിട്ടും ആവറേജ് മാർക്ക് കുറയും, ടോപ്പേഴ്സിൻ്റെ എണ്ണം പൊതുവെ കുറച്ച് കുറയും. അപ്പോൾ ഇത് ആക്ച്വലി കുറച്ച് ബെനിഫിഷ്യൽ ആവുക ചെയ്യുക. എങ്ങനെയുള്ളവർക്ക്? കുറച്ച് പഠിച്ച ആളുകൾക്ക്, അത്യാവശ്യം നന്നായി പഠിച്ച ആളുകൾക്ക് ഇത് ബെനിഫിഷ്യൽ ആവുകയാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ കോളേജ് അഡ്മിഷൻസിനെ ഒരു നിലക്കും ഇത് ബാധിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ളത് അത് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്ന് മാത്രമല്ല, കൂടുതൽ ഡിസേർവിംഗ് ആയിരിക്കുന്നവർക്ക് ബെറ്റർ ഓപ്ഷൻ കിട്ടും എന്നുള്ള ഗുണമുണ്ട്. കാരണം മുമ്പ് പല ആൾക്കാരും 99 ഇങ്ങനെ ഒരുമിച്ചുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാവില്ല എന്ത് ചെയ്യുക ഈ ഒരു കോളേജ് അഡ്മിഷൻ കിട്ടുക. വേറെ പല ഫാക്ടേഴ്സും ചിലപ്പോൾ വരും അല്ലേ? കാരണം ഒരേ മാർക്കിൽ ഒരേ ആളുകൾ, ഒരുപാട് ആൾക്കാർ വരുമ്പോൾ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കല്ല കിട്ടുക. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കുക. നിങ്ങൾ പഠിച്ചതിനനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതിൽ നിന്ന് ഒരു നിലക്കും ഇത് പുറകോട്ട് കൊണ്ടുപോകാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കോളേജ് അഡ്മിഷനെ കുറിച്ച് നിങ്ങൾ ഒരു നിലക്കും കൺസേൺഡ് ആവേണ്ടതില്ല. രണ്ടാമത്തെ കൺസേൺ എന്നുള്ളത് എൻട്രൻസ് എക്സാംസിനെ ഇത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കോ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ JEE എക്സാം എടുക്കുകയാണെങ്കിലും നീറ്റ് എക്സാം എടുക്കുകയാണെങ്കിലും ഇവിടെ +2 മാർക്ക് ഒരു ഫാക്ടറായി അതിന്റെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കുന്നില്ല. JEEക്ക് മേ ബി 75% മാർക്ക് PCMBക്ക് വേണം എന്നുള്ള, PCMന് വേണം എന്നുള്ള ഒരു കണ്ടീഷൻ മാത്രമാണുള്ളത്. ആ 75% ഇപ്പോൾ JEE പോലത്തെ ഒരു എക്സാമിന് 75% PCMന് നേടാൻ പറ്റാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം JEE എക്സാമിന് എന്തായാലും അവൻ നല്ല റാങ്ക് വാങ്ങാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ JEE നീറ്റ് റാങ്ക് ലിസ്റ്റുകളെ ഒരു നിലക്കും നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ മാർക്ക് ഇനി 85% ആയാലും 90 ആയാലും 95 ആയാലും അത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനെ ഒരു നിലക്കും ബാധിക്കുന്ന വിഷയമല്ല. രണ്ടാമത് നിങ്ങൾക്കുള്ള കൺസേൺ എന്നുള്ളത് കീമിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. കാരണം കീമിന് 50% മാർക്ക് +2 മാർക്കും 50% മാർക്ക് എന്ത് മാർക്കാണ് ലഭിക്കുക? അത് എൻട്രൻസ് മാർക്കാണ് ലഭിക്കുക. ഇവിടെ ഫസ്റ്റ് ലെവലിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അതായത് എല്ലാവർക്കും മാർക്ക് കുറയുന്നതുകൊണ്ട് തന്നെ ഈ +2 മാർക്കിന്റെ അല്ലെങ്കിൽ +1 ബോർഡ് എക്സാം മാർക്കിന്റെ 50% ഇത് കാര്യമായിട്ടൊന്നും ബാധിക്കാൻ പോകുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് കൺസേൺസ് ഉണ്ടാവും. കാരണം ഇവിടെ കീമിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് CBSE സ്റ്റുഡൻസ്, അതേപോലെ തന്നെ ICSE മറ്റ് ബോർഡിലുള്ള സ്റ്റുഡൻസിനോടാണ്. ഇത് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടാകുമോ എന്നുള്ള ജെന്യൂൻ ആയിട്ടുള്ള കൺസേൺ കുട്ടികൾക്ക് ഉണ്ടാവും. ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഡിസഡ്വാൻറ്റേജ് അല്ല, കീം നോർമലൈസേഷന്റെ കാര്യത്തിൽ അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് കുറച്ച് എക്സാം ഒന്ന് ടഫ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അത് ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഓക്കെ, കഴിഞ്ഞ തവണത്തെ കീം എക്സാമിൽ സംഭവിച്ച ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കഴിഞ്ഞ തവണത്തെ കീം എക്സാമിൽ ടോപ്പേഴ്സ് ആയിട്ട് 6 ആളുകൾ ഉണ്ടായിരുന്നു. അതായത് എൻട്രൻസ് മാർക്കിൽ ടോപ്പേഴ്സ് ആയിട്ട് 6 ആളുകൾ ഉണ്ടായിരുന്നു. ഇതിൽ 5 ആളുകൾ CBSE സ്ട്രീമിൽ പഠിച്ചവരാണ്, ഒരാൾ സ്റ്റേറ്റ് സ്ട്രീമിൽ പഠിച്ച ആളാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 6 ആളുകളാണ് ടോപ്പ് 6 റാങ്ക്സിൽ വരേണ്ടത്. ഈ സ്റ്റേറ്റിൽ പഠിച്ച ആൾക്ക് +2ന് ഫുൾ മാർക്കായിരുന്നു. ആലോചിക്കണേ, ഫുൾ മാർക്കായിരുന്നു. CBSEയിൽ പഠിച്ച ആൾക്കാർക്കൊന്നും ഫുൾ മാർക്കില്ല. എന്നാൽ റാങ്ക് ലിസ്റ്റിൽ വന്നപ്പോൾ CBSEയിൽ പഠിച്ച ആളുകൾ ഒരു 1 to 5 റാങ്ക് കരസ്ഥമാക്കി. സ്റ്റേറ്റിൽ പഠിച്ച ആ ഒരാളുണ്ടല്ലോ, അയാളുടെ റാങ്ക് 24 or 25 ആയിരുന്നു എൻ്റെ ഒരു ഓർമ്മ, 25 ആയിരുന്നു. അതെന്താ സംഭവിച്ചത്? അതായത് കീം എക്സാമിന് 50% ബോർഡ് എക്സാം മാർക്ക് എടുക്കുമ്പോൾ CBSEക്കാരും സ്റ്റേറ്റുകാരും ICSE IGCSE എല്ലാം ഉണ്ടായത് കൊണ്ട് തന്നെ മാർക്കിനൊരു സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല അപ്ലൈ ചെയ്യും. കാരണം എല്ലാത്തിനും മാർക്ക് ഒരേപോലെ. CBSE പൊതുവെ കുറച്ച് ടഫറാണ്, സ്റ്റേറ്റിന് കുറച്ചുകൂടി മാർക്ക് കിട്ടാൻ എളുപ്പമായിരുന്നു കഴിഞ്ഞ തവണയെങ്കിലും. അപ്പോൾ ഇതൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുലാസ് അപ്ലൈ ചെയ്യും. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെറിയ മാർക്കിന്റെ വേരിയേഷൻ പൊതുവെ വരും. ചിലപ്പോൾ ഒരു 2 or 3 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയും കുറഞ്ഞൊക്കെ വരാം. ഇതാണ് പൊതുവെ സംഭവിക്കേണ്ടത്. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റുകാർക്ക് -27 മാർക്ക് കുറച്ചു, CBSEക്കാർക്ക് 8 മാർക്ക് കൂട്ടി. അതായത് -27 + 8 അല്ലേ, ഒരു 35 മാർക്കിന്റെ അഡ്വാൻറ്റേജ് CBSE സ്റ്റുഡൻസിന് കിട്ടി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടോപ്പ് 100 റാങ്കിൽ
ടോപ്പ് 100 റാങ്കിൽ സ്റ്റേറ്റ് സിലബസ് വന്ന ആളുകളുടെ എണ്ണം 3 മാത്രമാണ്. 25 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റാങ്ക് 84 എന്നാണ് എൻ്റെ ഓർമ്മ സ്റ്റേറ്റ് സിലബസിൽ. അപ്പോൾ CBSE ഇത്ര മിടുക്കന്മാരായതുകൊണ്ടും സ്റ്റേറ്റ് കുട്ടികൾ മോശമായതുകൊണ്ടാണോ? അല്ല. ഈ നോർമലൈസേഷൻ ഫാക്ടർ 35 മാർക്ക് ഒറ്റയടിക്ക് നിങ്ങളുടെ മാർക്ക് ഒന്ന് കുറക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ഗ്രാവിറ്റി ആലോചിച്ച് നോക്കുക. അതാണ് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് വലിയൊരു പ്രശ്നമായിട്ട് വന്നത്. അത് വരാനുള്ള റീസൺ എന്താണ്? വരാനുള്ള റീസൺ എന്താ? ഈ കർവ് നിങ്ങൾ മനസ്സിലാക്കുക. ലോകത്തുള്ള എന്ത് ഡിസ്ട്രിബ്യൂഷൻ കർവും ഇങ്ങനെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാവരും ഒരു 100 മീറ്റർ ഓടാന്ന് വിചാരിക്കുക. 100 മീറ്റർ ഓടുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും, ഇതാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറഞ്ഞാൽ, ഭൂരിഭാഗം ആൾക്കാർ ഈ ഒരു എന്താണ് മെജോറിറ്റി എന്തായിരിക്കും? ആവറേജ്, ജസ്റ്റ് എബോ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിരിക്കും. കുറച്ച് ആൾക്കാരുണ്ടാവും തീരെ ഓടാൻ കഴിയാത്ത ആൾക്കാർ, ആരോഗ്യമില്ലാത്ത ആൾക്കാർ. കുറച്ച് ആൾക്കാരുണ്ടാവും, ഇവിടെയൊക്കെയാണ് ഉസൈൻ ബോൾട്ട് വരിക അല്ലെ, ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ. ഉസൈൻ ബോൾട്ടിനെ പോലെ ഒരാൾ അല്ലെങ്കിൽ ആ ഒരു കുറച്ച് ആൾക്കാരെ എന്ത് ചെയ്യുള്ളൂ, ഉണ്ടാവുകയുള്ളൂ. ഇനി നമ്മളൊരു എക്സാമിന് മാർക്ക് എടുത്താൽ ഇതേപോലെ ആയിരിക്കും പൊതുവേ ഉണ്ടാവുക. കാരണം എന്തായിരിക്കും? മാർക്ക് കുറവുള്ളവർ, തോൽക്കുന്നവർ കുറവായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ ബിലോ ആവറേജ്, ആവറേജ്, എബോ ആവറേജ്, എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരും ആക്ച്വലി കുറവായിരിക്കും. എന്നാൽ കേരള സ്റ്റേറ്റ് സിലബസിന്റെ കർവ് ഇങ്ങനെയുള്ളൊരു കർവാണ്. ഇതിനാണ് ബെൽ കർവ് എന്ന് വിളിക്കട്ടോ. ഈ ബെൽ കർവ് ഒരറ്റം പൊന്തിയിട്ടുള്ള കർവാണ്. നിങ്ങൾ നോക്കാൻ എന്താ കാരണം? തോൽക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ദാറ്റ് ഈസ് ഫൈൻ, ഓക്കെ. എന്നാൽ നല്ല മാർക്ക് വാങ്ങുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇതാണ് യാഥാർത്ഥ്യം. എന്നോട് പല ആൾക്കാരും കമന്റ് ചെയ്തു, +2 അങ്ങനെ വാരിക്കോരി A+ കൊടുക്കുന്നില്ല. ശരിയല്ല. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ കർവ് ഇവിടെ വെക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ കർവിനെ ഇവിടുന്ന് താഴത്തേക്ക് കൊണ്ടുവരണം. ഈ കൊണ്ടുവരാനുള്ള കാര്യമാണെന്ത്? -27 മാർക്ക്. ഇതിനെ കുറച്ച് മേലോട്ട് കൊണ്ടുവരണം CBSE. അതിനുള്ളതാണെന്ത്? +8 മാർക്ക്. ഇങ്ങനെ 35 മാർക്കിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ് കേരള സിലബസ് കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ളത്. ഇത് സർക്കാരിന് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൂടിയാണ് ഇത്തവണത്തെ എക്സാം പേപ്പർ കുറച്ചുകൂടി ടഫർ ആക്കാനുള്ള റീസൺ എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പൊ കീം എക്സാമിന് ആക്ച്വലി ഈ ഒരു നോർമലൈസേഷൻ പ്രൊസീജിയറിൽ ഈ -35ന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നന്നായി പഠിച്ച A+ വാങ്ങിയവരുണ്ടാവും, അത്ര പഠിക്കാതെ A+ വാങ്ങിയവരുണ്ടാവും. ഓക്കെ, ഞാൻ മോശമാക്കല്ല. നന്നായി പഠിച്ച A+ വാങ്ങിയ ആൾക്കാരുണ്ടാവും, എന്നാൽ അവന്റെ അത്ര എഫേർട്ട് ഇടാതെ A+ വാങ്ങി. രണ്ടാൾക്കും 35 കുറയാം. അപ്പോൾ നന്നായി പഠിച്ചവൻ അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടില്ല. ഇത് വലിയൊരു പ്രശ്നമാണ്, നമ്മുടെ സിസ്റ്റത്തിൽ വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തെ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കാര്യത്തെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു കീം നോർമലൈസേഷൻ എന്നുള്ളത് ഇതിന്റെ ബെനിഫിറ്റ് ആണ്. ആക്ച്വലി നിങ്ങൾക്ക് ഈ തവണത്തെ കീം എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈ ഒരു മാർക്കിംഗ് സ്കീം അല്ലെങ്കിൽ എക്സാം ടഫായി എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് ബെനിഫിഷ്യൽ ആയിട്ടാണ് വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ അതിലോട്ട് തിരിച്ചു വരാം. അതിന് മുമ്പ് ഇവിടെ മൂന്നാമത്തെ പോയിന്റ് ഉണ്ട്. നിങ്ങളുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫ്യൂച്ചർ പ്ലാനിനെ ഇത് ബാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരു നിലക്കും ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വളരെ സത്യസന്ധമായി പറയാനുള്ളത്. ഞാൻ 2009 +2 കഴിഞ്ഞ ആളാണ്. എന്നോട് ഇതുവരെ ഒരു എക്സാമിനും ഒരു ഇന്റർവ്യൂവിനും ഒരു സ്ഥലത്തും നിങ്ങൾ +2 എക്സാമിന്റെ മാർക്ക് ലിസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രൂഫിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതല്ലാതെ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതോ ഒരു നിലക്കും ആരും ചോദിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ +2 മാർക്കിന്റെ പെർസെൻറ്റേജ് കൊണ്ട് ഒരു ഉപകാരം എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ ഇത് ബാധിക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനെ ബാധിക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഫ്യൂച്ചറിലുള്ള ഒരു ഇന്റർവ്യൂ മറ്റൊരു കാര്യങ്ങളെയും നിങ്ങളുടെ +2 എക്സാമിന്റെ മാർക്ക് ബാധിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക. ഇഫ് ഇറ്റ്സ് ടഫ് ഫോർ എവരിവൺ, ഇറ്റ്സ് ടഫ് ഫോർ എവരിവൺ. ഇഫ് എല്ലാവർക്കും ടഫാണ്, ഇനി എനിക്ക് മാത്രം ടഫാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കാത്തതിന്റെ കുഴപ്പമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. സോ ഇനി നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ്സ്? സ്കീം നോർമലൈസേഷന്റെ ബെനിഫിറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ അത് ആവർത്തിക്കുന്നില്ല. 2, നിങ്ങൾക്ക് കരിയർ ഡിസിഷൻസിൽ ഇത് കുറച്ച് നിങ്ങൾക്ക് ഗുണകരമായിട്ട് വരാൻ എന്തുണ്ട്? നിങ്ങൾക്ക് സാധ്യത ഉണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഗുണകരമായി വരിക? അതിന് നിങ്ങൾക്ക് പൊതുവെ കുട്ടികൾക്ക്, ഞാൻ ഒരുപാട് സ്റ്റുഡൻസിനോട് സംസാരിക്കുമ്പോൾ പല കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഡിസിഷൻ പാരാലിസിസ്. എന്താ ഡിസിഷൻ പാരാലിസിസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ +2 കഴിഞ്ഞു, നിങ്ങൾക്ക് മുഴുവൻ A+ കിട്ടിയെന്ന് വിചാരിക്കുക, നിങ്ങൾ കൺഫ്യൂഷൻ ആവും. ഞാൻ എന്തിനാ പോകേണ്ടത്? ഞാൻ JEEക്ക് പോകണോ? ഞാൻ നീറ്റിന് പോകണോ? ഞാൻ നോർമൽ ഡിഗ്രിക്ക് പോകണോ? ഞാൻ വേറെ ഏതെങ്കിലും കോഴ്സിന് പോകണോ? ഞാൻ അബ്രോഡ് ഏതെങ്കിലും കോഴ്സിന് ഞാൻ ട്രൈ ചെയ്യണോ? ഇങ്ങനെ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ JEE നീറ്റ് ഒരു എക്സാമ്പിൾ എടുക്കുക. എല്ലാവരും JEE നീറ്റ് എന്നുള്ളതല്ല, JEE നീറ്റാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇനി മാത്സിൽ A+ ആണ്, ബയോളജിക്ക് A+ ആണ്, ഞാൻ എന്തിനാ പോകേണ്ടത്? പക്ഷേ നിങ്ങൾക്ക് അറിയാം, ഞാൻ മാത്സിൽ കുറച്ച് പുറകിലാണ്, എനിക്ക് ബയോളജിയാണ് ബെറ്റർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം. ഞാൻ നീറ്റാണ് എനിക്ക് JEEയേക്കാളും ട്രൈ ചെയ്യാൻ ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു BSc ഫിസിക്സിന് നിങ്ങൾക്ക് കെമിസ്ട്രിക്കും പോകണം, നിങ്ങൾക്ക് ഒരു 2
രണ്ടിനോട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, മാർക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഏതിന് പോകണം. അല്ലാതെ രണ്ടിനും മുഴുവൻ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ കുറച്ചുകൂടി ഡിസിസീവ് ആയിട്ടുള്ള, കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ ഒരു മാർക്കിൽ ചെറിയ വകഭേദങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെയാണ് ബെറ്റർ, നിങ്ങൾ എവിടെയാണ് വീക്ക്. ഈ വീക്ക് എവിടെയെന്ന് മനസ്സിലായ പ്രോബ്ലി യു ഹാവ് ടു ഇംപ്രൂവ് ദർ എന്നുള്ള ഒരു ക്ലാരിറ്റി കൂടി നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ഒരു കരിയർ ഡിസിഷൻസ് എടുക്കുന്നിടത്ത് ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഓവറോൾ ഇതൊരു ഗുണപരമായിട്ടുള്ള മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിൽ കുട്ടികൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി ബയോളജി എക്സാമോ മാത്സ് എക്സാം, പല കുട്ടികളും ഈ മാത്സ് എക്സാം ഒക്കെ എന്താവും എന്നുള്ള ടെൻഷനിലാണ്. ഡോണ്ട് വറി. ഓക്കെ, ഒരു ഓവർലി ടഫ് പേപ്പർ വന്നാൽ ഡെഫിനറ്റ്ലി കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള വാല്യുവേഷൻ ഗവൺമെന്റ് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ടഫ് ആണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും ടഫാന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു നിലക്കുള്ള അഡ്മിഷൻ സാധ്യതകളെയും ഇത് ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയി പരമാവധി നന്നായി പഠിച്ചുകൊണ്ട് പോയി പരീക്ഷ എഴുതുക. ഇനി അങ്ങോട്ട് NCERT, ഇതൊരു വല്ല +1 വരെയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ NCERTയെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ +2കാരോട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞത് ഇതേ കാര്യമാണ്. ഞാനിതൊരു സ്പോയിലറായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം നിങ്ങളുടെ മാത്സ് എക്സാമിന്റെ സമയത്ത് പറഞ്ഞിരുന്നു, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞാണ്. ഇതിപ്പോൾ പറഞ്ഞല്ല, ഞാൻ ഒരു വർഷം മുമ്പ് ആ പറഞ്ഞത് ഞാൻ ഒരുപാട് ചീത്ത ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ദാറ്റ്സ് ഫൈൻ. ആ ചീത്ത കേൾക്കുന്നതും ഇപ്പോൾ ഫിസിക്സ് എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ ചീത്ത കേൾക്കുന്നതൊക്കെ എൻ്റെ ഇൻബോക്സിലൊക്കെ ഒരുപാട് വന്ന് തെറി പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് കെയർ. കാരണം അത് ഒരു എന്താ പറയുക, അത് ഒരു മോബ് മെൻറ്റാലിറ്റിയാണ്. ആ കുട്ടികൾ തന്നെ ചേഞ്ച് ചെയ്ത് അങ്ങനെ എന്നെ ചീത്ത പറഞ്ഞ പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്നത് നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ. മാത്രമല്ല കുട്ടികൾ നിങ്ങൾ പഠിച്ച് വരുന്ന പ്രായമാണ്, നിങ്ങൾക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ടാവും. ഞാനും നിങ്ങളുടെ പ്രായത്തിൽ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ഒരാൾ വീഡിയോ ചെയ്താൽ ചിലപ്പോൾ ചീത്ത വിളിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇന്നും ചിലപ്പോൾ ഞാൻ ഒരുപാട് ചീത്ത വിളി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് കാരണങ്ങളൊക്കെ മോഡൽ എക്സാം അങ്ങനെ ആയിക്കൂടെ, അങ്ങനെ ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇതൊക്കെ പറഞ്ഞതിലപ്പുറം നമ്മൾ റിയാലിറ്റി ഉൾക്കൊള്ളുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അപ്പോൾ ഇത് ഞാനാണ് നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമ്പോൾ അതിനെ നിങ്ങളും ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ആരോടും ഒരു ദേഷ്യമോ ശത്രുതയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങളിത് ഭാവിയിൽ റിയലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണകരമാകാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇമോഷൻസിനെയല്ല ഞാൻ കൺസിഡർ ചെയ്യുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചറിനെയാണ് ഞാൻ കുറച്ചുകൂടി കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു കൃത്യമായൊരു ഒരു ക്ലാരിറ്റി എനിക്ക് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ വളരെ ഇമോഷൻലെസ് ആയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് സംസാരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. ഇനി വരുന്ന പരീക്ഷകൾ കഴിഞ്ഞെങ്കിൽ ടഫാണെങ്കിൽ അതെല്ലാവർക്കും ടഫാണ്. ഇനി വരുന്ന പരീക്ഷകൾ എന്താവും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. യു ഡു യുവർ ബെസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ചെയ്യുക. ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫാവും. അത് എല്ലാവരുടെയും അഡ്മിഷൻ സാധ്യതകളെ ഒരേപോലെയാണ് ബാധിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും വരാനില്ല. നിങ്ങളുടെ എൻട്രൻസ് എക്സാമുകൾ ഇത് ബാധിക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ ഫ്യൂച്ചറിനെയും ഇത് ബാധിക്കാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ നന്നായി പഠിച്ചാൽ യു വിൽ ഗെറ്റ് മോർ ഡിസേർവിംഗ് തിങ്സ്. ഓക്കെ, നിങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് എൻട്രൻസിനും നിങ്ങൾക്ക് ബെറ്റർ പെർഫോം ചെയ്യാൻ പറ്റും. നിങ്ങൾ വാട്ട് എവർ എക്സാംസ് യു റൈറ്റ് നിങ്ങൾക്ക് ബെറ്റർ പെർഫോം ചെയ്യാൻ പറ്റും. ഇത് മാത്രമാണ് ഇതിലെ വസ്തുത എന്നുള്ളത് മനസ്സിലാക്കുക. ബാക്കി ഇമോഷൻസ്, ജസ്റ്റിസ് മൂവ്മെന്റ്സിനൊക്കെ പിന്നാലെ പോയി നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കുക. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഒന്നും കൂടി ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയി പഠിക്കാൻ അധികം സമയമൊന്നുമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഉള്ള സമയത്ത് നിങ്ങൾ വൃത്തിയായി പരമാവധി കോംപ്രഹെൻസീവായിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം ലാസ്റ്റ് എൻ്റെ ഒരു പ്രൊമോഷൻ XY ലേണിംഗിൻ്റെ 6 മുതൽ 10 വരെ ക്ലാസ്സുകളിലോട്ടുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാം ഉണ്ട്. നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അവരെ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് ബന്ധപ്പെടുന്നതാണ്. നമ്മൾ നെക്സ്റ്റ് ഒരു ജനറേഷനിൽ ഒരുപാട് IITs, എയിംസ്, അതേപോലെ തന്നെ ജിപ്മർ എല്ലാം പഠിക്കുന്ന മിടുക്കരായ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നൽകിയിട്ടുള്ള ലിങ്കിൽ നിങ്ങൾക്ക് വിവരങ്ങൾ നൽകാവുന്നതാണ്. സോ താങ്ക്സ് ലോട്ട്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പരീക്ഷ എഴുതുക. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ ഡു വെൽ ആൻഡ് യു ഓൾ ഡു വെൽ, വെരി വെൽ ഇൻ യുവർ ലൈഫ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ.